ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജി ഇയാൾ നൽകിയിട്ടുണ്ട് 8ാം പ്രതി. ഈ ഘട്ടത്തിൽ അതിജീവിതയുടെ അഭിഭാഷക ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിലൊക്കെ പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഇതിൽ ഒരു ട്രാപ്പുണ്ട് എന്നാണ്. അതായത് ഇതിൽ ഇനിയൊരു തുടരന്വേഷണം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നീട്ടുക എന്നുള്ള ഉദ്ദേശം ഇതിൽ ദിലീപിനുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമായിട്ട് അവരതിനെ കാണുന്നു. അവർക്ക് അങ്ങനെ സംശയിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ നമുക്ക് ഈ അഭിമുഖം കിട്ടിയത് അങ്ങനെയല്ല, ആയിരുന്നു നമ്മളുടെ ശ്രമഫലമായിട്ട് കിട്ടിയതാണെന്ന് നമുക്കറിയാം. ഇതിൽ പോലീസ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷം കോടതി അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. ആ നിലയ്ക്ക് ഇതൊരു പുതിയ തെളിവാണ്. ഇതിലപ്പുറം ഇത് ജനങ്ങളുടെ കോടതിക്ക് മുന്നിൽ ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ജനം ഇതിലൊരു വിധി എഴുതുകയും ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അത് എത്രത്തോളം അതിജീവിതയ്ക്കൊപ്പം നമ്മൾ നിൽക്കുന്നു, ഈ കേസ്, ഈ സംഭവത്തിന് ശേഷം ഈ നാടെങ്ങനെ മാറി എന്നുള്ളത് കൂടി ഒരു കാര്യമാണല്ലോ. വിപ്ലവകരമായ മാറ്റങ്ങൾ സിനിമാ ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ രണ്ടഭിപ്രായമുണ്ടെങ്കിലും അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ പീഡകരൊപ്പം എന്ന രൂപത്തിൽ സിനിമാ ലോകം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. പിന്നീട് WCC രൂപീകരിക്കപ്പെട്ടു, ഹേമ കമ്മിറ്റി വന്നു. ഹേമ കമ്മിറ്റിക്ക് മുമ്പേ വന്നിരിക്കുന്ന കള്ളമൊഴികളുടെ പൂച്ചുപുറത്തിയാടി യഥാർത്ഥ കേസുകളിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. വേറെയും നടന്മാർ കേസിൽ പ്രതികളാകുന്നു. അവർ ശിക്ഷ അനുഭവിക്കുന്ന വക്കിൽ വരെ എത്തുന്നു. ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണല്ലോ. ആ രൂപത്തിലേക്ക് അതിനൊരു തുടർച്ചയുണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇത് അതിജീവിതയ്ക്ക് നീതി കിട്ടാനുള്ള ഒരു അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്.